രാധേ കൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ്. അതായത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ മേഖലകളിലൊക്കെ നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ വളരെയധികം വേഗത്തിൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട് എന്നും ആ നേടിയെടുത്തുനിന്നും വീണ്ടും കൂടുതൽ ഉയരത്തിലേക്ക് പോകാൻ നോക്കിയപ്പോൾ നിങ്ങൾക്കുണ്ടായ വെല്ലുവിളികളെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ആ വെല്ലുവിളികളിലൊക്കെ ചെറിയൊരു ഭയത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനിയും വെല്ലുവിളികളെയും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഊർജം ഉണ്ട് എന്നുമാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് 2 ഓഫ് സോർട്സ് എന്ന കാർഡാണ്. അതായത് നിങ്ങളെന്തോ തീരുമാനം എടുക്കാൻ പറ്റാതെ കൺഫ്യൂഷനായി ചിന്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ക്ഷമയോടെ യുക്തിയോടെ നന്നായി മെഡിറ്റേറ്റ് ചെയ്ത് കുറച്ച് സമയം കൊടുത്ത് മെഡിറ്റേറ്റ് ചെയ്ത് ജാഗ്രതയോടെയും സത്യസന്ധതയോടെയും തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നന്നായി ഹെൽത്ത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ശ്രദ്ധിക്കണം എന്ന് ചോദിക്കുമ്പോൾ വന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. ഇത് ഭൗതികമായ ഭൗതിക ഉയർച്ചയുടെയും സാമ്പത്തിക വിജയത്തിൻ്റെയൊക്കെ കാർഡാണ്. അങ്ങനെയുള്ള ഒരു കാർഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ദീർഘകാല സാമ്പത്തിക വിജയം കെട്ടിപ്പടുക്കുന്ന രീതിയിലാണ് അങ്ങനെയുള്ള രീതിയിൽ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നും വളരെ ക്ഷമയോടെ ഭയപ്പെടാതെ കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാൻ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. താങ്ക് യു.